നമുക്ക് നമ്മൾ ഓൺലൈൻ ന്യൂസിലൊക്കെ കണ്ടത് ശ്രീകുട്ടൻ ഗൗരീനെ കയറി പിടിച്ചു, പീഡിപ്പിച്ചു. ആ ചാനലിലൊക്കെ പറഞ്ഞു അതിനു വേണ്ടി പുള്ളി അങ്ങനെ നടന്നതാണ്, അങ്ങനെ തട്ടിയതാണ് എന്നൊക്കെ. പക്ഷെ ശരിക്കും ആ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇവര് തിരിച്ചു വരുമോ എന്നുള്ളതാണ്. നമസ്കാരം. ഉപ്പും മുളകും ലൈറ്റ്സ് അല്ല, ഉപ്പും മുളകും നമ്മുടെ സീരിയലായ ഉപ്പുമുളകിലെ ഗൗരി ഇപ്പോ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഓൺ ടു ടാക്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. 2 ദിവസമായി ഉപ്പുമുളക് വന്ന ലൈറ്റുമായി ബന്ധപ്പെട്ടും ഉപ്പുമുളകുമായിട്ടും കുറെ കോൺട്രവേഴ്സീസ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഉപ്പുമുളക് ലൈറ്റ് അല്ല, ഇത് ഉപ്പുമുളകിലെ ഗൗരിയാണ് കൊടുത്ത ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂ ഓൺ ടു ടാക്സിൽ കിടപ്പുണ്ട്, നിങ്ങൾ പോയി കാണുക. ഫുൾ ലെന്ത് വീഡിയോ ഉണ്ട്. അതിനകത്ത് ഗൗരി ഈ കുറെ കാര്യങ്ങൾ പറയും. കേസിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആരാണ് കേസ് കൊടുത്തത്, ഈ പറയുന്ന നീലു ആണോ ബാലുവിനെതിരായിട്ട് കേസ് കൊടുത്തത്, അതിനെക്കുറിച്ചും അതുമല്ല ശ്രീകുമാറിന് എതിരായിട്ട് വന്ന ശ്രീകുമാറാണ് ഈ കേസ്, ശ്രീകുമാറാണ് പീഡിപ്പിച്ചത്, ഈ പറയുന്ന ഗൗരിയാണ് എന്നുള്ള തരത്തിലുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണ്, അവൻ ആദ്യമേ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറയുന്ന ആ സംഭവത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇനി ഉപ്പുമുളകിൽ ഇവർ തിരിച്ചു വരുമോ, ഈ ബാലുവും ഈ പറയുന്ന ശ്രീകുമാറും തിരിച്ചു വരുമോ എന്നുള്ളതിനെ കുറിച്ചും ഒരു ആൻസർ പറയുന്നുണ്ട്. പിന്നെ കുറെ യൂട്യൂബേഴ്സിനെ കുറിച്ച് കേസ് കൊടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് നമുക്ക് പ്രതികരിക്കാം. ഓക്കെ. ശ്രീകുട്ടൻ ഗൗരീനെ കയറി പിടിച്ചു, പീഡിപ്പിച്ചു, ആ പെൺകുട്ടി ഗൗരിയാണ് എന്നുള്ള കുറെ ന്യൂസ് ശരിക്കും വരാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് പേര് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന കുറെ വീഡിയോസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ നോർമലി നമ്മൾ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അറിയാണ്ട് തട്ടുന്നത് ഉണ്ടാവും. പക്ഷെ ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ 3 ക്യാമറയിൽ നടന്നു പോകുന്ന ഒരു സിറ്റ്കോമാണ്. അപ്പം അത് 3 ക്യാമറ വെച്ചേക്കും. നമ്മൾ ഒരു പെട്ടെന്ന് നടക്കുന്ന ഒരു പ്ലേ ആണ്. അതിപ്പോ ചില ന്യൂസിൽ ചില ചാനലിലൊക്കെ പറഞ്ഞു അതിനു വേണ്ടി പുള്ളി അങ്ങനെ നടന്നതാണ്, അങ്ങനെ തട്ടിയതാണ് എന്നൊക്കെ. പക്ഷെ ശരിക്കും അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. നോർമലി നടക്കുമ്പോ അറിയാണ്ട് തട്ടിയതാണ്. പുള്ളി എന്നോട് ആരും എന്നോട് ഇതുവരെ ഈ ഉപ്പുമുളക് ലൊക്കേഷൻ ഒരു മനുഷ്യൻ പോലും എന്നോട് ഇതുവരെ ഒരു രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ഇവൻ ഈ ഫ്ലവേഴ്സിന്റെ നമുക്കറിയാവുന്ന ആരും ഒരു രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവരെ തന്നെ പറയുമ്പോ നമുക്ക് ഭയങ്കര ബാഡാവും. അപ്പൊ ആ ഡയറക്ടറിനെ പറയുന്നു, പിന്നെ ആ ഡയറക്ടറിനെ പറയുന്നു, ഇവൻ ഈ പറയുന്ന ഓരോ ആർട്ടിസ്റ്റുകളുടെയും പറയുന്നു എല്ലാവരും ഇങ്ങനെയാണ്, ഇതിന്റെ മറവിൽ ഇത് തന്നെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടോണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചാനൽ എനിക്ക് ഇതിനകത്ത് പറയുന്ന മറ്റൊന്നുമല്ല. അതായത് ഈ ശ്രീകുമാറാണ് ഗൗരിയെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാൽ ആദ്യത്തുള്ള കുറെ ന്യൂസുകൾ വന്നത് അല്ലേ. അതിന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ശ്രീകുമാർ പണ്ട് ഈ ഷൂട്ടിങ്ങിനിടയിൽ ഈ ഗൗരിയുടെ ദേഹത്ത് ഇങ്ങനെ മുട്ടുകൊണ്ട് ടച്ച് ചെയ്യുന്ന ഒരു ആക്സിഡന്റ് ടച്ച് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറെ യൂട്യൂബേഴ്സ് എടുത്തിട്ടുകൊണ്ട് കണ്ടോ ഈ പറയുന്ന ശ്രീകുമാർ പണ്ടേ അവൻ ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ഗൗരി പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് തട്ടിയതല്ല, അത് ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതാണ്. പല യൂട്യൂബേഴ്സും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. പിന്നീട് അവിടെയുള്ളവരെല്ലാവരും ഡയറക്ടറെയും അതിൽ അഭിനയിക്കുന്നവരെല്ലാവരെയും ഒരുപാട് കുറ്റം പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ സംഭവിച്ചതല്ല എന്നാണ് ഗൗരി പറയുന്നത്. നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. ഭയങ്കര കാരണം ഒരുപാട് യൂട്യൂബ് ചാനൽസിന്റെ വീഡിയോസ് എനിക്ക് ഷെയർ ചെയ്തു, ഈവൻ സിമി വരെ എനിക്ക് ഷെയർ ചെയ്തു. അപ്പൊ അത് ഞാൻ കണ്ടിട്ട് കുറെ പേർക്ക് താഴെ പോയി കമന്റ് ചെയ്തത് നിങ്ങൾ തെറ്റാണെന്ന്. കുറെ പേര് എന്റെ കമന്റ് പിൻ ചെയ്തിട്ട് എന്നോട് സോറി പറഞ്ഞു. ആ വീഡിയോ സ്റ്റിൽ അവിടെ ഇട്ടു. അപ്പൊ എന്നിട്ട് അത് അല്ലാതെ പറഞ്ഞ ഒരു വേറെ വീഡിയോ ചെയ്തു. സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. പക്ഷെ ചില പേജസിനോട് ഞാൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ട് ഈവൻ അവരുടെ എനിക്ക് വേറെ ഫർദർ ആക്ഷൻസ് എടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജസ് വഴി മെസ്സേജ് ചെയ്തു, യൂട്യൂബിൽ പോയി കമന്റ് ചെയ്തു. എന്നിട്ട് അവരെന്നെ കമന്റ് 2-3 പ്രാവശ്യം ഞാൻ ചെയ്ത കമന്റ് മൊത്തം ഡിലീറ്റ് ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ലായിരുന്നു 2 ദിവസം. അപ്പൊ ഞാൻ സൈബർ സെല്ലിൽ കേസ് ഫയൽ ചെയ്തു. ഓൺലൈൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എന്നോട് അവര് ചോദിച്ചു ഡീറ്റെയിൽ കേസായിട്ട് മുന്നോട്ട് പോകാനാണോ താല്പര്യം, അതോ ഇത് റിമൂവ് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കേസായിട്ട് മുന്നോട്ട് പോയി അതിന്റെ പുറകെ നടന്നു അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ഈ താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, അതിങ്ങനെ കേസായിട്ട് പോവുകയാണെങ്കിൽ ഈ വീഡിയോ എപ്പോഴും ഡിലീറ്റ് ചെയ്യില്ലല്ലോ, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്റെ വീടെന്ന് പറഞ്ഞാൽ വീഡിയോ അത് സത്യമല്ല, സത്യമല്ലാത്ത സാധനം സർക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആവശ്യം. അപ്പോ ഇതിനകത്ത് ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിന്റെ അകത്ത് പോയി കമന്റ് ചെയ്ത കേസുകളാണ്. എന്റെ ചാനലിനകത്ത് ഈ പറയുന്ന ഗൗരി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമന്റ് ഇവിടെ കൊടുക്കാം. ഇതുപോലെ പറഞ്ഞു, എന്താണ് ഞാനല്ല അതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇടുന്ന ചേട്ടനും കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞാൻ
പുതിയതായിട്ട് വന്നു എന്ന് പറഞ്ഞ് ഞാൻ പിന്നീട് പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പറയാം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ പുതിയൊരു വീഡിയോ അതായത് ഗൗരി തന്നെ ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് എന്റെ ഫോട്ടോ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പിന്നീട് അനാവശ്യമായിട്ട് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞു. സത്യം ഞാനൊരു അനാവശ്യം പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഞാൻ ഗൗരിയുടെ തന്നെ വ്യക്തത പറഞ്ഞ ഗൗരി എന്ന് പറഞ്ഞില്ല. പിന്നെ ഇങ്ങനെ ഒരു പുതിയതായിട്ട് വന്ന ഒരാളാണ് ഇപ്പൊ സീരിയൽ ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും താങ്കളെ സംശയിക്കും എന്നുള്ള രീതി ഞാൻ പറഞ്ഞു. അതിനുശേഷം ഗൗരിയുടെ ക്ലാരിഫിക്കേഷൻ വന്ന ശേഷം ഞാൻ ചെയ്തു തിരിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഗൗരി അല്ല എന്നുള്ളത് ഗൗരി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന് പക്ഷെ പലരും ഇതിന് റിപ്ലൈ കൊടുക്കാതെ പലരും ഇവരുടെ കമന്റുകൾ റിമൂവ് ചെയ്യുകയും പിന്നീട് ഇൻസ്റ്റയിലൊക്കെ പോയി റിപ്ലൈ കൊടുത്തിട്ടും ഗൗരിക്ക് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അതിനുശേഷം സൈബർ സെല്ലിൽ പോയി പരാതി കൊടുക്കുകയും എനിക്ക് കേസായിട്ട് മുന്നോട്ട് പോകണം താല്പര്യമില്ലായിരുന്നു, എനിക്ക് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളതായിരുന്നു ഗൗരിയുടെ ആവശ്യം. അങ്ങനെ അവരെ സൈബർ സെല്ല് ഈ യൂട്യൂബറെ ബന്ധപ്പെട്ട് പിന്നെ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. അതായത് യൂട്യൂബർ ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ എന്റെ വീഡിയോ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് കേട്ടോ, കാരണം ഞാനതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വീഡിയോ റിമൂവ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് എന്റെ ആവശ്യമായിരുന്നു എന്നും ഗൗരി പറയുന്നുണ്ട്. ഇനിയാണ് അങ്ങോട്ടാണ് ഈ ബാലുവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്. ബാലുവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ പിന്നീട് കുറച്ച് ഡിഫെൻഡീവ് ആവുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന ആര് നമ്മുടെ ഗൗരി, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതേപോലെ തന്നെ ശ്രീകുട്ടൊന്നും ഇല്ല, സീരിയൽസിലൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. കുഴപ്പമില്ല, കാരണം എപ്പിസോഡ്സ് വന്നു തുടങ്ങിയല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരു ബാക്ക് ബോൺസ് ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ഇപ്പൊ ഉള്ള ഷൂട്ടും കാര്യങ്ങളും ഭയങ്കര സ്ട്രഗിളിംഗ് ആണെന്ന് ഗൗരി തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരിങ്ങനെ മാറി നിൽക്കുമ്പോൾ കൂടെ വർക്ക് ചെയ്ത എന്ന നിലയിൽ അല്ലെങ്കിൽ ഉപ്പുമുളയിൽ ഇത്ര നാൾ കണ്ടു വളർന്ന എന്ന രീതിയിൽ ഗൗരിക്ക് എന്താ തോന്നുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞ കാര്യം തെറ്റാണ്. ഞാൻ ഉപ്പുമുളകെ കണ്ടു വളർന്ന ഇവരൊക്കെ കാണുന്നേ ഉള്ളൂ. റിയലി കുറച്ച് ഈ ഞാൻ കയറിയതിനു ശേഷമുള്ള വീഡിയോ കാണും. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് ചാനലാണ്. കുറച്ച് നാളെങ്കിലും വർക്ക് ചെയ്തതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന എനിക്ക് എന്താ ഫീൽ ചെയ്യുന്ന വെച്ചാൽ അങ്ങനെ ഇവരുണ്ട് എന്ന് പറഞ്ഞല്ലല്ലോ ഞാൻ വരുന്നത്, മനസ്സിലായോ? അപ്പം എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ ഒരേ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് ചാനലിനെയും അതുപോലെ തന്നെ ബാക്കി മെമ്പേഴ്സിനെയാണ്. എനിക്ക് അവര് പറയുന്നത് എനിക്കറിയുള്ളൂ. അത്രയേ ഉള്ളൂ. അതായത് ഗൗരിക്ക് അതിനെ കുറിച്ച് പറയാൻ പിന്നീട് ഒരു എന്താ പറയുക താല്പര്യമില്ല. കാരണം ഞാൻ അവരെ കണ്ടല്ല ഈ സീരിയലിലോട്ട് പോയത് എന്നാണ് ഗൗരി പറയുന്നത്. അവരവിടെ വർക്ക് ചെയ്യുമല്ല, അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞല്ല ഞാൻ പോയത്. ഗൗരിക്ക് അറിയാമായിരുന്നു അതിന്റെ നെടും തൂണുകൾ ഇവർ തന്നെയായിരുന്നു. ഈ നീലുവും ഈ പറയുന്ന ബാലുവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അതിന്റെ നെടും തൂണുകൾ. പക്ഷെ അതൊന്നുമല്ല, അതുകൊണ്ടൊന്നല്ല പോയത്. കാരണം അവിടെ ഒരു ഡിഫെൻഡീവ് ആവുന്നുണ്ട്. അതായത് എനിക്കൊന്നും ചാനലിൽ നിന്നൊരു അവർക്കൊരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിക്കാണും, ഇതിനെക്കുറിച്ചൊന്നും കമാന്ന ഒരു അക്ഷരം മിണ്ടരുത് എന്നൊരു ഒരു അറിയിപ്പ് കിട്ടിക്കാണും, ഒരു മുന്നറിയിപ്പ് കിട്ടിക്കാണും. അതുകൊണ്ടാണ് ഗൗരി ഇവിടെ അവരെ കുറിച്ചൊന്നും പറഞ്ഞു. ഞാൻ അവരെ കണ്ടെന്നല്ല പോയത്, പിന്നെ ചാനൽ പറയുന്നതേ ചെയ്യൂ, ചാനലാണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ള രീതിയിൽ വളരെ ഡിഫെൻഡീവ് ആയിട്ട് എന്ത് ചെയ്തു ഗൗരി അവിടെ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഗൗരി കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അവർക്ക് ഇപ്പം ചാനൽ നടന്നുകൊണ്ട് പോകണേറ്റ് ചെന്ന് ചാനലിന്റെ എതിരായിട്ടോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്തോ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരിക്ക് അത് നാളെ പണിയാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഗൗരി അങ്ങനെ പറഞ്ഞത്. ഇനിയാണ് മറ്റു കുറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്, കേൾക്കാം. ഇപ്പൊ ഇവിടെ പറയുന്നത് ന്യൂസസ് ആണ്. നമ്മുടെ സൈഡിൽ നല്ല ഗൗരിയും കാണുന്നുണ്ടായിരുന്നു. ന്യൂസസ് ബാലചേട്ടൻ ചേച്ചിയാണ് ഇഷ്യൂസിലെ മെയിൻ ആളുകള്. ചേച്ചിയാണ് കംപ്ലൈന്റ് കൊടുത്തത് എന്നുള്ള കാര്യമായിട്ട് ന്യൂസസ് വരുന്നുണ്ട്. ഒരിക്കലെങ്കിലും സെറ്റിൽ അങ്ങനെ ഒരു പിണക്കോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകാറില്ല. എനിക്ക് എല്ലാ സീന് വരും, ഞാൻ സീൻ പെർഫോം ചെയ്യും, ഹെഡ്സെറ്റ് വെക്കും, ഞങ്ങളെ കാര്യം നോക്കും. അല്ലാതെ എനിക്ക് അതിനകത്ത് ഒരു കാര്യം ഇതിനൊക്കെ ചോദിക്കാനും പോകാറില്ല, കാണാനും നിൽക്കാറില്ല. കാരണം പണ്ട് പോലെ അങ്ങനെയാണ്. ഞാൻ എന്നെ ബാധിക്കാൻ സ്കൂളിലായാലും അങ്ങനെയാണ്, എന്നെ ബാധിക്കാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകാറില്ല. അപ്പോ ഇവിടെ വളരെ കൃത്യമായിട്ട് ഇവര് തന്നെ പറയുന്നുണ്ട്, ഈ പരാതി കൊടുത്തത് നീലു ആണ് എന്ന് ന്യൂസസ് വരുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഏതാണ്, നമുക്ക് ഉറപ്പാണ് നീലു ആണ് ഈ ബാലുവിനെതിരായിട്ട് പരാതി കൊടുത്തത് എന്ന് മനസ്സിലായി പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിനെപ്പറ്റി അവിടെയുള്ള ക്രൂ മെമ്പേഴ്സ് എങ്ങനെയാണ് പെരുമാറുന്നത്, എനിക്ക് അങ്ങനെ അവരൊരു ബാഡായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വീണ്ടും പറയുന്നുണ്ട് ഈ ചാനല് പറയുന്നതാണ്, അല്ലാതെ എനിക്കിതിന് എന്നെ ബാധിക്കാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല. അത് നീലു അല്ല പരാതി കൊടുത്തതെന്നോ അത് പിന്നെ ബാലുവിനെതിരായിട്ടാണ് അങ്ങനെയൊന്നും ഈ ഗൗരി വളരെ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ അവർക്ക് ഇത് നീലു ഈ പറയുന്ന ഗൗരിക്കൊന്നും ഇതുകൊണ്ട് തുറന്നൊന്നും പറയാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം അവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലാണല്ലോ. ഇനി ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഇവർ തിരിച്ചു വരുമോ എന്നുള്ളത്. അതിനും ഈ പറയുന്ന ഗൗരി പറയുന്ന ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. ഇനി എല്ലാ പ്രേക്ഷകരും ആകാംക്ഷകൾ കാത്തിരിക്കുന്നത് ഇവര് തിരിച്ചു വരുമോ എന്നുള്ളതാണ്.
ബാലചേട്ടനും ദേവ്ചേച്ചിയും തിരിച്ചു വരുമോ എന്നുള്ളതാണ്. അവര് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടോ കാണുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല, ചാനലിനെ അറിയുള്ളൂ, അതാണ് സംഭവം. ഇപ്പം ഫുൾ ആടാ തിരിച്ചു വരുമെന്ന് ചോദിച്ചപ്പോഴും ഗൗരി പറയുന്നതിന്റെ ആൻസർ എങ്ങനെയാണ്, എനിക്കൊന്നും അറിയില്ല, ചാനലിന് ഇതിനെപ്പറ്റി അറിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. തിരിച്ചു വരുന്ന കേസ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, ഈ ഒരു കേസിന് ഒരു തീർപ്പുണ്ടാക്കാതെ അവരാരും തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആരൊക്കെ ഇനിയിപ്പോ എന്തായാലും നീലുവും ഈ പറയുന്ന ബാലുവായിട്ട് ഇതുപോലെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇങ്ങനെ ഒരു വലിയൊരു കേസ് കൊടുത്ത സ്ഥിതിക്ക് അവർ തമ്മിൽ ഇങ്ങനെ ഇനി രമ്യതയിൽ പോകുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. പിന്നെ കോംപ്രമൈസ് ചർച്ചയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാവിയാണല്ലോ, അവരുടെ ജീവിത മാർഗം കൂടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചു വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.